അപ്പം ഇത് ക്വസ്റ്റ്യൻ എന്താണ് എക്സ് ലിമിറ്റഡ് ഹാസ് 10% പെർപെക്ച്വൽ ഡെപ്റ്റ്. പെർപെക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറഡീമബിൾ ആണെന്ന് ആലോചിക്കുക. ഓഫ് 1 lakh. ദ ടാക്സ് റേറ്റ് ഈസ് 35%. ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് 3 സിറ്റുവേഷനിൽ ആൻസർ കാണണം. നമുക്ക് ഫസ്റ്റ് ഓരോന്ന് പോവാം. ഫസ്റ്റ് പറഞ്ഞത് എ ക്വസ്റ്റ്യൻ എന്താണ്, ഇഷ്യൂഡ് അറ്റ് പാർ, അതായത് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും 100 ആയിട്ടാണ് എടുക്കുക. ഓക്കെ, 100 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. കെ ഡി ഈക്വൽ ടു, നമുക്കറിയാം ഇൻട്രസ്റ്റ് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് 1 - ടാക്സ്, ഇത് ഇറഡീമബിൾ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡിങ് അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് ഇൻറ്റു 100. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് എത്രയാണ് പറഞ്ഞത്, 10% ആണ്. അപ്പോൾ ഞാനിതാ 10 എടുത്തു. 1 - ടാക്സ് എത്ര, 35%. അത് നമുക്ക് എങ്ങനെ എഴുതാം, 0.35 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡിങ് അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് എത്രയാണ് പറഞ്ഞത്, അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പാർ, അതായത് ഫേസ് വാല്യൂ നമ്മൾ 100 ആയിട്ടാണ് അസ്യൂം ചെയ്യുക, ഇൻറ്റു 100. അപ്പോൾ ആൻസർ എന്ത് വരും, നമ്മൾ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറോ, ആദ്യം ബ്രാക്കറ്റിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 - 0.35 ഈക്വൽ ടു 0.65 കിട്ടും, ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6.5% ആണ് ഇതിൽ ആൻസർ വരിക. എപ്പം ഇഷ്യൂഡ് അറ്റ് പാർ ആണെങ്കിൽ. ബി ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ ഫേസ് വാല്യൂ ഞാൻ പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താക്കി എടുക്കുക, 100 ആക്കി എടുക്കുക. ഫേസ് വാല്യൂ അതായത് പാറിൽ എന്ന് പറഞ്ഞാൽ 100 ആക്കി എടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, മോളത്തതൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. കെ ഡി ഈക്വൽ ടു ഐ എത്രയാണ്, 10, 1 - 0.35 ഡിവൈഡഡ് ബൈ, ഇത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല കാരണം ഇറഡീമബിൾ ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇവിടെ 100 ആണല്ലോ നമ്മൾ എടുത്തത്, എന്ത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാറിലായപ്പം. ആ 100ൽ നിന്ന് 10% കുറച്ചാൽ മതി. 100ൽ നിന്നും 10% കുറച്ചാൽ മതി, അതായത് 90 ഇൻറ്റു 100. ഇത് ചെയ്താൽ മതി. അപ്പം നമുക്ക് 1 - 0.35 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 7.222 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, 7.22% ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറഞ്ഞത് ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഗെയിൻ കിട്ടുന്ന രീതിയിലാണ്. അതായത് നമ്മളെ ഫേസ് വാല്യൂ ആയിരുന്നു നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്താൽ അതിക്ക് 10% കൂട്ടുക. അപ്പം 10% കൂട്ടുക എന്ന് പറഞ്ഞാൽ 110 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 100ലോട്ട് ആഡ് 10% ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 110 കിട്ടും. മുകളിലതൊക്കെ സെയിം ആയിരിക്കും. കെ ഡി ഈക്വൽ ടു 1 - 0.35 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 100. 1 - 0.35 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 5.909 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 5.91% എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇത് ഒരു ഇറഡീമബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആണ്. നമുക്ക് റിഡീമബിൾ കൂടെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ ബി സി ലിമിറ്റഡ് ഇഷ്യൂഡ് 5,000 12% ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 12% ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയത്തിനാണ് 10%. ഓക്കെ, ഓൺ 1/4/2018 ടു ബി മെച്യൂർഡ് ഓൺ 2023 വരെ. അപ്പം അതിന് മനസ്സിലായി, മെച്യൂർഡ് ഓൺ എന്നൊക്കെ തന്നാൽ തന്നെ ഇതെന്താണ്, അതായത് നമ്മൾ ഒരു ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡീമബിൾ ആണ്. ദ ഡിബഞ്ചർ വിൽ ബി റെഡീംഡ് ഓൺ മെച്യൂരിറ്റി. അപ്പോൾ ഒന്നും കൂടെ എടുത്ത് പറയുന്നത് മെച്യൂരിറ്റിയിൽ റെഡീം ചെയ്യുന്നു, അതായത് റെഡീമബിൾ ആണ്. ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഡിബഞ്ചർ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 35%. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് നമുക്കറിയാം 12 ആണ്. 1 - ടാക്സ് എത്രയാണ് പറഞ്ഞത്, 35%, അതായത് 0.35 പ്ലസ് ഇനി നമുക്ക് റിഡംഷൻ പ്രൈസും ഇഷ്യൂ പ്രൈസും കണ്ടെത്താം. ഓക്കെ, അപ്പം റിഡംഷൻ പ്രൈസ് ക്വസ്റ്റിൽ തന്നണോ നോക്കാം. ഇല്ലല്ലോ, നര നിൽക്കട്ടെ കേട്ടോ. ഇഷ്യൂ പ്രൈസ് എന്താ പറഞ്ഞത്, ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് അല്ല ഇഷ്യൂഡ് 5,000 12% ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്നാണ് പറഞ്ഞത്. ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്, പ്രീമിയം 10% പ്രീമിയത്തിനാണ്. നമ്മൾ നേരത്തെ കണ്ടെത്തി 100ൻ്റെ 10%, 100ൻ്റെ കൂടെ 10% ആഡ് ചെയ്താൽ 110 ആണ്.
ഇഷ്യൂ ചെയ്യുന്നത്. റിഡംഷൻ പ്രൈസ് ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 100 ആക്കിയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, റിഡംഷൻ പ്രൈസ് ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ 100 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഓക്കെ, അപ്പം നമുക്കത് കിട്ടിയാൽ നമ്മൾ എഴുതിയെടുക്കാം. റിഡംഷൻ പ്രൈസ് 100 മൈനസ് ഇഷ്യൂ പ്രൈസ് 110 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഡയറക്റ്റ്ലി എല്ലാവരും തന്നത് പോലെ നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്. 1 ഏപ്രിൽ 2018 ടു ബി മെച്യൂർഡ് ഓൺ 1 ഏപ്രിൽ 2023. അതായത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ കാണാമെന്ന്. അപ്പോൾ അത് 1 ഏപ്രിൽ ആയതുകൊണ്ട് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ഇയർ മാർച്ച് എത്തുമ്പോഴാണ് ഒരു വർഷമാവുക. ഈ വർഷം ഏപ്രിൽ മുതൽ നെക്സ്റ്റ് വർഷം മാർച്ച് എത്തുമ്പോഴാണല്ലോ ഒരു വർഷമാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം, 2018 to 2019 അങ്ങനെ നോക്കുന്ന സമയത്ത് എത്രയാണ് വർഷം വരുന്നത്? 5 ഇയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടി 5 ഹോൾ ഡിവൈഡഡ് ബൈ റിഡംഷൻ പ്രൈസ് 100 പ്ലസ് ഇഷ്യൂ പ്രൈസ് 110 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. ഓക്കെ, അപ്പം നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് വരാം. അപ്പോൾ ഞാൻ അത് ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൻസറാണ് കേട്ടോ അത്. അപ്പം നമ്മൾ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം, 1 മൈനസ് 0.35 ചെയ്യുക ഇൻറ്റു 12. ഇനി ഇവിടെ പ്ലസ്സും ഉണ്ട് -2 ഉണ്ട്. പ്ലസ്സും മൈനസും എന്താവും, മൈനസ് ആവും. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇതേപോലെ ചെയ്താലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, -2 ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 100. അപ്പോൾ ആൻസർ വിൽ ബി 5.52%. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇത് ചെയ്യാം.